അമേസിങ് അണ്ണൻ ഉള്ളൂ. അല്ലാതെ ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കും. ഇതിനു മുമ്പും ഞാൻ ഉണ്ടായിരുന്നു, പല സിനിമകളിലും ഉണ്ടായിരുന്നു, ചെറിയ. പക്ഷേ ഞാൻ സത്യത്തിലൊരു നാണം കുണിയാണ്. സോഷ്യൽ മീഡിയയോട് പറയാനുള്ളത്, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് മാത്രം ചെയ്യുക. ഒരു നെഗറ്റീവ് വൈബ്രൻസ് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പൊതുവായിട്ടുള്ള, അത് തെറ്റല്ല, പറഞ്ഞാൽ തെറ്റില്ലല്ലോ. നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കും, നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കും. ഫീൽഡ് എക്സിബിഷനാണ്. എക്സിബിഷൻ ഫീൽഡിൽ എനിക്ക് എൻ്റെ ഒരു പൊസിഷനിൽ സ്റ്റാളിൽ പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആളുകൾ വന്ന് എനിക്ക് സെൽഫി എടുക്കണം, ഫോട്ടോ എടുക്കണം. മെട്രോയിൽ കയറുന്ന സമയത്ത്, എറണാകുളം മെട്രോയിൽ കയറുമ്പോൾ തന്നെ എനിക്ക് അതിനുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. മനസ്സിലായി, പലരും തിരിച്ചറിയുന്നുണ്ട്. ഉറപ്പാണ്. അണ്ണനെ കുറിച്ചൊന്ന് പറഞ്ഞു. അണ്ണൻ്റെ പേര്, സ്ഥലം, എന്ത് ചെയ്യുവാണ്? എൻ്റെ പേര് അജിത് ഖാൻ എന്നാണ്. ഞാൻ ഒരു ബിസിനസ്, എക്സിബിഷൻ ഫീൽഡിലെ ഒരു ബിസിനസ്സുകാരനാണ്. അഗ്രികൾച്ചറിൻ്റെ ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു ബിസിനസ് ഫീൽഡിലാണ് ഞാനിപ്പോൾ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ എറണാകുളം ലുലു മാളിൽ എനിക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇടപ്പള്ളി, തൊട്ടടുത്താണ് ഇടപ്പള്ളി വനിതാ തിയേറ്റർ. അങ്ങനെ ജസ്റ്റ് സിനിമ കാണാൻ പോയപ്പോൾ ഭ്രമയുഗം കണ്ടു. പടം കണ്ട് ഞാൻ ആ തീവ്ര രീതിയിൽ വന്നപ്പോൾ ഞാൻ ആ രീതിയിൽ എൻ്റെ ആ അപ്പളത്തുള്ള ആ എക്സെപ്റ്റ്നെസ് വെച്ചിട്ട് ഞാൻ അതിനെ ഇത് ചെയ്തു. കാരണം പടം മോശമാണെങ്കിൽ അങ്ങനെ വരാൻ പറ്റില്ല. നല്ല പടമായതുകൊണ്ട് അത്രയും ഇതായിട്ട് ഞാൻ അങ്ങനെ അതിൻ്റെ മുന്നിൽ ഇത് വരികയും അങ്ങനെ സംസാരിക്കുകയും ചെയ്തതാണ്. അല്ലാതെ ഞാൻ വൈറലാകാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി വന്നത് അല്ല. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ആൾക്കാർ, പ്രേക്ഷകർ അണ്ണനെ നോട്ടീസ് ചെയ്തിരുന്നു. നമ്മളെ ട്രിവാൻഡ്രത്തെ ഏരിയസ് ഫ്ലെക്സിൽ മമ്മൂക്കയുടെ തന്നെ കാതൽ കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഭയങ്കരമായിട്ട്, അപ്പം മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധകനാണ്. തീർച്ചയായിട്ടും കടുത്ത ആരാധന. എപ്പോഴും മുതലേ മമ്മൂക്കയുടെ ഒരു ആരാധകനായിട്ട് മാറിയ? മമ്മൂക്കയുടെ ആരാധകനായിട്ട് മാറുന്നത്, ഞാൻ സത്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പഴയ സത്യൻ എന്നത് 1981 തോന്നുന്നു കൂടെ ഇവിടെ എന്ന സിനിമ റിലീസാവുന്നത്. മമ്മൂക്കായും റഹ്മാനും സുഹാസിനിയും ഉണ്ട്. ആ പടത്തിൽ എനിക്ക് ഒരു നടനോടുള്ള താല്പര്യം എനിക്കങ്ങനെ തോന്നുകയും സത്യം ഞാൻ ആ പടമാണ് പുള്ളിയുടെ ഒരു ആരാധകനായിട്ട് എന്നെ അടുപ്പിക്കാൻ കാരണം കൂടെ ഇവിടെ എന്ന സിനിമയാണ്. പത്മരാജൻ്റെ കൂടെ ഇവിടെ എന്ന സിനിമ. പക്ഷെ മറ്റുള്ള നടന്മാരുടെ സിനിമകളും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു നടനോടൊരു വല്ലാത്തൊരു ഇല്ല, കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. ഇതാണ് മനസ്സിലായില്ലേ. കാരണം സത്യൻ എന്ന നടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യനിൽ നിന്നും എനിക്ക് ആ ഒരു മമ്മൂട്ടിയിലേക്ക് വ്യതിയാനം വന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ. സത്യൻ്റെ പഴയ പടങ്ങൾ ഭയങ്കര എനിക്ക് ഇൻസ്പിറേഷനാണ്. അതിൻ്റെ അകത്ത് വന്ന വ്യതിയാനം എന്ന് പറയാൻ മനസ്സിലായില്ലേ. എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാൾ. എപ്പോഴാണ്, ഏതൊരു കാലഘട്ടത്തിലായിരുന്നു, എത്ര വയസ്സിലായിരുന്നു ഈ ഒരു സിനിമ? അത് 80 എന്ന് പറയുമ്പോൾ എനിക്ക് 19 വയസ്സ്. 19 ഒരു കോളേജ് അല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് സത്യൻ നസീർ കാലഘട്ടം, സത്യൻ നസീർ അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഒരു കടുത്ത മമ്മൂട്ടി ആരാധകനായിട്ട് മാറുന്നത്. മമ്മൂക്കിയുടെ എല്ലാ പടങ്ങളും കാണും, മാക്സിമം കാണാൻ ശ്രമിക്കും. റിലീസ് ഡേ തന്നെ കാണാൻ ശ്രമിക്കും. പിന്നെ ഇപ്പം ഫാൻസിലൊക്കെ ഉണ്ടല്ലേ? ഇപ്പോഴും ഞാൻ ഫാൻസിലില്ല. ഇപ്പോഴും ഫാൻസിലില്ല. ഞാൻ ഒരു 6 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ ഫാൻസിലില്ല. ഇപ്പോൾ ഫാൻസ് അല്ല, നമ്മൾ ജീവിതം എന്നൊരു സംഭവം ഉണ്ട്. എന്നാൽ പോലും മമ്മൂക്കയുടെ പടം ആദ്യത്തെ ദിവസം FDFS കണ്ടിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ശ്രമിക്കും. അത് മമ്മൂട്ടി എന്നല്ല, മമ്മൂട്ടി എന്ന ഒരു താരത്തിനോട് മാത്രമല്ല, ആരാധന തോന്നുന്ന ആരെടുത്തായാലും അത് തോന്നും. പക്ഷേ മമ്മൂട്ടിയിൽ ഞാൻ കുറച്ച് ഇഷ്ടപ്പെടുന്നു. അപ്പം എനിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യം അണ്ണനെ നമ്മൾ അമേസിങ് അണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് തന്നെ നമ്മുടെ ഒരു കുറച്ച് സുഹൃത്തുക്കളെ എടുത്ത കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ റെസ്പോൺസിൽ വന്ന് ഓർമ്മയുണ്ടോ? പക്ഷെ അതിന് മുമ്പ് പഴശ്ശിരാജ എന്ന സിനിമയ്ക്കകത്ത് ഞാൻ എൻ്റെ ഒരു ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ അന്ന് പ്രദർശിപ്പിച്ചിരുന്നു പറയും. ഞാൻ ഇതുപോലെ അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗാണ് അമേസിങ്. അതിനുശേഷം എന്തിനു സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ വാക്ക് വരാൻ കാരണം എൻ്റെ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. അല്ലാതെ അറിഞ്ഞ് ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്ന ഒന്നുമല്ല. മനസ്സിലായില്ല. അതാ. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് പഴശ്ശിരാജ സമയം പോലെ അല്ലല്ലോ ഇപ്പം ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സജീവമാണ്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇപ്പൊ ഒരു ഹൈപ്പ്
ആ ഒരു ഇതിന് കിട്ടിയായിരുന്നു. ആ വീഡിയോ പലയിടത്തായിട്ട് കണ്ടായിരുന്നു, ഈ കാതലിന്റെ പറഞ്ഞ amazing അണ്ണൻ എന്ന് പറഞ്ഞ് പല ഷോർട്സിലും റീൽസിലും ഒക്കെ ഈ വീഡിയോ ഇങ്ങനെ. അപ്പൊ എന്താ തോന്നിയത് അപ്പോഴേ? അല്ല, വീട്ടുകാരൊക്കെ കണ്ടായിരുന്നോ? ഇപ്പം ഫാമിലിയിലുള്ളവരൊക്കെ കണ്ടായിരുന്നോ? പലരും അയച്ചു തന്നായിരുന്നോ? ഒരുപാട് പേര് ഫ്രണ്ട്സ് ഒരുപാട് പേര് അയച്ചു തന്നു. അപ്പം അണ്ണൻ ഇങ്ങനെ വൈറലായി. വൈറലായി എന്നുള്ളത് ആദ്യം നമുക്ക് മാനസികം എനിക്ക് ഒരു വിഷമം തോന്നി. കാരണം എന്താ പറയുക, ഫാമിലിക്കും അതൊരു ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ് അല്ലായിരുന്നു. മനസ്സിലായില്ലേ നമുക്ക്? കാരണം എൻ്റെ ഫീൽഡ് ആരും അണ്ണനെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ ഒരുപാട് പേര് അണ്ണൻ വന്നാ പറഞ്ഞ ആ ഒരു എമോഷണൽ എല്ലാവർക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഗൾഫിൽ നിന്നും വിദേശത്ത് നിന്നും പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടാണ് ആ വികാരം പറഞ്ഞത്, ആ വികാരത്തിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ആ ഒരു ഇത് എൻ്റെ ഹൃദയത്തിൽ സത്യമായിട്ട് നിറഞ്ഞു. അത് സത്യത്തിൽ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞതെന്നറിയാമോ, നിങ്ങളുടെ അവളുടെ അടുത്ത് തന്നെ പല ഫീൽഡിലുള്ള ഓരോ പറഞ്ഞ സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ, നിങ്ങൾ എന്ത് കാര്യത്തിനായാലും ശരി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമല്ലേ പറയും, നിങ്ങൾ ആരും കള്ളത്തരവും വേറെ ഒന്നും പറയണല്ലോ, ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഫുൾ സപ്പോർട്ട് ഇപ്പം എനിക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോഴില്ലായിരുന്നു, ഇപ്പോഴും സപ്പോർട്ട്. നമ്മൾ എനിക്കൊന്ന് ആ ഒരു പൊതുവെ ഇപ്പം കൊച്ചിയിലാണല്ലോ ഒരു സിനിമയുടെ ഒരു അവിടെയാണല്ലോ. എനിക്ക് തോന്നുന്നു തുടക്കകാലങ്ങളിൽ മദിരാശിയും തിരുവനന്തപുരം ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം കൊച്ചിയാണ് അല്ലെ സിനിമ എന്ന് പറയുന്നത് ഭരിക്കുന്നത് കൊച്ചി. അപ്പൊ നമ്മുടെ ഇപ്പം പല അണ്ണന്മാരും അവിടെ ഇതുപോലെ ആറാട്ടം എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ആറാട്ടണ്ണൻ വന്നു, അതിനുശേഷം പ്രസംഗണ്ണൻ എന്ന് പറഞ്ഞ് അലിൻ ജോസ് പെരേര വന്നു, ജയിലർ അണ്ണൻ വന്നു, ഇപ്പം ടൈഗർ അണ്ണൻ വന്നു, പലതരം അണ്ണന്മാർ. കഴിഞ്ഞ ആഴ്ച പോലും ഒരു അണ്ണൻ വന്നു. ഇങ്ങനെ പലതരം അണ്ണന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു അണ്ണൻ, അമേസിങ് അണ്ണൻ. എന്നിട്ട് ചേട്ടൻ പറയുണ്ടായി ലുലുമാളിൽ അവിടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയപ്പോഴാണ് ഇതുപോലെ സിനിമ കാണാൻ. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ ഒരു ആറാട്ടണ്ണനും ഒരാൾക്കും എതിരാളിയാകാൻ വേണ്ടി പോയ വ്യക്തിയല്ല. ഞാൻ നാച്ചുറലായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു. എൻ്റെ രീതി അതല്ല. മനസ്സിലായി? നമ്മൾ കാരണം നമ്മുടെ നാക്കാണ്, നമ്മുടെ നാക്കിൽ നിന്ന് വരുന്ന ഒരു വാക്കും ഒരു നോക്കും പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവം. മനസ്സിലായി? കാലഘട്ടത്തിൻ്റെ ആ ഒരു രീതിയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം തീവ്രമായിരിക്കും, എത്രത്തോളം ഒരു കാര്യമുള്ള കാര്യം മാത്രം സംസാരിക്കുക, അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ വാചകം പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഉള്ള കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴും തോന്നി പടം മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ വരില്ല. ഞാൻ ആ രീതിയിൽ അങ്ങ് ഇറങ്ങി പോകുകയുള്ളൂ. മിണ്ടാതെ ഞാൻ ഒരു സൈലൻറ്റിൽ കൂടെ ഇറങ്ങി പോകും. അത്ര ശരിക്കും നാണം കുടുങ്ങിയാണ് സത്യത്തിൽ. അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് അല്ല, ഞാനിത് എടുത്ത് പറയാൻ കാര്യം തന്നെ നാണം കുടുങ്ങി. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ പല സുഹൃത്തുക്കളെ പോയിട്ട് അമേസിംഗ് കാണിക്കുന്നുണ്ട്. അപ്പൊ അണ്ണൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ആൾക്കാർ തിരിച്ചറിയാൻ ഒരുപാട് പേര്. കാരണം എനിക്കിപ്പം എൻ്റെ ഉറപ്പായിട്ടും മനസ്സിലായല്ലോ സോഷ്യൽ മീഡിയയുടെ ഒരു അത് തീർച്ചയായും. പക്ഷെ ഞാൻ ഒരു കാര്യം